എന്നിട്ട് എവിടെ? ഇതിനടിയിൽ നോക്ക്. എവിടെ? അയ്യോ അയ്യോ, ഇങ്ങോട്ട് എഴുന്നേക്കാൻ. എഴുന്നേക്കാൻ എടോ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഇങ്ങോട്ട് ഇറങ്ങണോ? പിടിച്ചോ കുപ്പി. ഇങ്ങോട്ട് ഇറങ്ങണോ? എണീക്കണോ ഇങ്ങോട്ട്? എന്നെ സമ്മതിക്കൂല മനുഷ്യനെ. എന്ത് ഭാവിച്ചാണോ കള്ളു കുടിച്ചത്? അത് പിന്നെ കൊലപാതകം ധൈര്യം വേണ്ടേ? ഞാൻ പറഞ്ഞു ആളോട് തന്നെ വിളിച്ചു വരുത്തേ. അത് ശരി, വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുന്നു. എന്നാ ഇന്ന് രണ്ടിലൊന്നും അറിയണമല്ലോ. കൊലപാതകം നടത്താൻ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. മതി, അത് മതി. പക്ഷെ അതുവരെ താൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ആളെ അറിയിക്കല്ലേ ദൈവത്തെ. ഞാനല്ലോ ബഹളം ഉണ്ടാക്കിയത്. എപ്പി സാറിന്റെ ഭാര്യയില്ലേ ബഹളം ഉണ്ടാക്കിയത്. ശരി, സമ്മതിച്ചു. എപ്പ കൊലപാതകം നടത്താനാ തന്റെ പരിപാടി? എപ്പോ വേണമെങ്കിലും നടത്താം, പക്ഷെ രാത്രി നടത്തിയാണ് എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ്. അതുവരെ നമ്മൾ ഇയാളെ എന്ത് ചെയ്യും ചേച്ചി? അത് ഞാൻ എണ്ണം അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോളാന്നേ. ചേച്ചി നല്ല ടച്ചിങ്സ് കൊണ്ടുവന്നാ മതി. ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ ഡൈനിങ് ടേബിളിൽ പോയി ഇരിക്കാം. അവിടെ ആവുമ്പോ രണ്ടോ കടിച്ച് സെറ്റപ്പ് ആയിട്ടിരിക്കാമല്ലോ. ഇരുന്നാ മതി ചേച്ചി. മോളെ വേറെ വഴിയില്ല. ഇപ്പൊ ഇയാൾ പുറത്തിറങ്ങി അവര് കാണും. പ്രത്യേകിച്ച് ശബ്ദം കേട്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വാച്ചിങ് ഉണ്ടാവും. രാത്രി കൊല്ലാൻ സമയമാകുമ്പോ നമുക്ക് ഇയാളെ തുറന്നു വിടാം. You are absolutely right. ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നൈസായിട്ട് കോട്ടടിയൊക്കെ ഉണ്ടല്ലേ? ചേച്ചി ഇയാളെ ഇന്ന് ഞാൻ കൊല്ലും. എങ്ങനെ കൊല്ലാനാണോ തന്റെ പദ്ധതി? അതൊന്നും ഞാൻ കസ്റ്റമേഴ്സിനോട് പറയാറില്ല. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. പക്ഷെ എങ്ങനെ കൊല്ലും, എപ്പോ കൊല്ലുമെന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. കൊന്നു കഴിയുമ്പോ ഞാൻ പറയും, അപ്പൊ വന്ന് ശവം കണ്ടോണം. അതൊന്നും നിങ്ങൾ അറിയണ്ട. അതിനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫുൾ സെറ്റപ്പാ. എന്നാ പിന്നെ നിങ്ങൾ ഈ കട്ടിലടിക്കാറിരുന്നോ? അപ്പന്റെ ഫുഡിന്റെ ആയിരിക്കും എങ്ങനെ? അതൊക്കെ ഞാൻ ഇവിടെ എത്തിച്ചോളാം. താൻ ഇങ്ങോട്ട് എഴുന്നേറ്റേ. അയ്യോ, ഇത് എസ്പി സാറിന്റെ കട്ടിലാ. എസ്പി സാറിന്റെ കട്ടിലായിരുന്ന ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എക്സ്ക്യൂസ് മീ, സോറി മാഡം. താൻ ഇതിന്റെ അടി കയറി കിടക്കണം. അത് ഞാൻ ഏറ്റെന്ന്. ഒന്ന് പെട്ടെന്ന് കേട്ടെ. ഇങ്ങോട്ട് കേറണോ? കേറണോ? കേറാനല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര അഭ്യാസിയാ. ഭയങ്കര കുഴപ്പാവോ? ഒരു കുഴപ്പമില്ല. മോള് വാ, നമുക്ക് മുറി വെളിയിൽ അങ്ങ് പൂട്ടാം. അപ്പൊ ഇയാളോ അവിടെ കിടന്നോട്ട്. വാ ഇങ്ങോട്ട്, പെട്ടെന്ന് ഇറങ്ങ്. അടയ്ക്ക് 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 അടയ്ക്ക്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ചേച്ചി? എന്ത് കുഴപ്പം? മോള് വാതില് തുറക്ക്. തുറക്ക്. വിളിക്ക്. സുഗുണ, 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 സുഗുണ. അയ്യോ പാവം, കാത്തുകാത്തിരുന്ന് ഉറങ്ങിപ്പോയി. കാത്തുകാത്തിരുന്ന് ഉറങ്ങിപ്പോയി. സുഗുണ, 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 സുഗുണ. പോടാ പട്ടി. ചേച്ചി വിളിച്ച് എഴുന്നേപ്പിക്കാം അങ്ങോട്ട്. സുഗുണ, സുഗുണ, ഞാനാ സുഗുണ. ഒന്ന് എഴുന്നേറ്റേ. Don't disturb me, kill you bastard. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഇത് കുഴപ്പമാവോന്ന്. ഇയാൾ ഉറങ്ങുമൊന്നും അല്ല. എനിക്ക് വയ്യ. ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്ക ചേച്ചി. ഇങ്ങോട്ട് ഇങ്ങോട്ട്
വാങ്ങോട്ട് ഇറങ്ങ്. ഇങ്ങോട്ട് ഇറങ്ങോട്ട്. അയ്യോ, എടുക്ക്. ഇങ്ങോട്ട് എഴുന്നേറ്റ്. ഇങ്ങോട്ട് എഴുന്നേൽക്കടോ. ഇരിക്കടോ. നേരെ നിക്കടോ. നിക്കടോ നേരെ. എന്റെ പൊന്നു സൂണ, താനൊന്ന് നേരെ ചൊവ്വേ നിക്ക്. നമുക്ക് അവളെ കൊല്ലണ്ടേ. നീ ആരാ? എന്റെ ഈശ്വരാ, ഞാൻ ചെമ്പകശ്ശേരിയിലെ ഗോമതി. എടോ, ഞാൻ SP ഉമാദത്തന്റെ ഭാര്യ ആത്മജ. നമുക്ക് പൂജ കൊല്ലണ്ടേ. ഏത് പൂജ? നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്നോടാണോ ചോദിക്കുന്നേ? മോള് ചൂടാവല്ലേ, നമുക്ക് ശരിയാക്കാം. ഈ പരുവത്തിൽ ഇയാളെ എങ്ങനെ ശരിയാക്കുന്നോ? നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാതെ ഇയാൾ എങ്ങനെ കൊല്ലുന്ന? എഴുന്നേറ്റ് നിർത്തിയാ പോരെ. മോളൊന്ന് പിടിക്കുന്നേ. ഞാൻ പിടിച്ചു തന്നെ. യോ, ദത്തസാറ് വരുന്നതിന് മുമ്പ് കൊലപാതകം കഴിഞ്ഞിട്ട് ഇയാളെ പറഞ്ഞു വിടണ്ടേ? ആ, അയ്യോ, ദൈവമേ, ദത്തേട്ടൻ. അയ്യോ, ആരാ മോളെ? ദത്തേട്ടന്. അയ്യോ, ആർക്കറിയാം ഇനി ഇവിടെ എവിടെയെങ്കിലും എത്തിയിട്ട് വിളിക്കുകയാണെന്ന്. ഏതായാലും മോൾ ഫോൺ എടുത്ത് നോക്ക്. ഹലോ ദത്തേട്ടാ. നീ എന്തെടുക്കാമി? അയ്യോ അയ്യോ. ദത്തേട്ടാ, ഞാനിവിടെ. എന്താടോ ആകെ ഒരു പരിഭ്രമം? അയ്യോ, ഓ മനസ്സിലായി. എന്ത് പരിഭ്രമമല്ല, പരിഭവം അല്ലേ? ഞാനിത്ര വൈകിട്ടുള്ള ദേഷ്യമല്ലേ? സോറി ആമി. അതെ, അത് പറയാനാ ഞാൻ വിളിച്ചേ. ഞാൻ കുറച്ചുകൂടെ വൈകും. ഇന്ന് നമ്മുടെ എബ്രാഹിം ഇല്ലേ, പുള്ളിയുടെ ബർത്ത്ഡേ പാർട്ടിയാ. ഞാൻ വരുന്നില്ല, ആമിക്കാവുന്ന ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ എല്ലാവർക്കും ഒരേ നിർബന്ധം. പേടിക്കണ്ട, ഞാൻ കഴിക്കത്തൊന്നുമില്ല. അല്ലേലും ആമിക്ക് അറിയാലോ എനിക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാന്ന്. എന്തൊരു കിടപ്പാ. ആമി, നീ എന്തൊന്നും മിണ്ടാത്തെ? ആമി, സത്യമായിട്ട് കുടിക്കത്തൊന്നുമില്ല. ശരി. എന്താ ആമി ആകെ ഒരു മൂടൗട്ട്? ഡേ, ഇനി ഇതിന്റെ പേര് എന്നോട് 2 ദിവസം ദേഷ്യം കാണിക്കാനാണെങ്കിൽ വേണ്ട, ഞാൻ പോകുന്നില്ല. ഞാൻ നേരെ അങ്ങോട്ട് വരാം. എന്താടോ? എന്താടോ? അല്ല, എനിക്ക് പിണക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞതാ. മനുഷ്യൻ പേടിച്ചു പോയല്ലോ. ദത്തേട്ടൻ പതിയെ സാവകാശം ഒന്നോ മതി. അപ്പൊ തനിക്ക് എന്നെ വിശ്വാസമല്ലേ? വിശ്വാസ. താങ്ക് യു അമ്മി. എന്നാ പിന്നെ നീ കിടന്നോ, വെറുതെ ഉറക്കം കളയണ്ട. ഞാൻ വരുമ്പോൾ വിളിക്കാം. ശരി. എന്താ മോളെ? ദത്തേട്ടൻ വരാൻ കുറച്ചും കൂടി വൈകുമെന്ന്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ദൈവം നമ്മുടെ കൂടെയാണെന്ന്. എത്രയും വേഗം ഇയാളെ ഉണർത്തണം.